ഈ മേഖലയെ സംബന്ധിച്ച് നിരന്തര അപകടം നടക്കുന്നതാണ്. അപ്പോൾ അടുത്ത അപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഈ ഭാഗം വരെ നിരന്തരമായിട്ട് അപകടം നടക്കുന്ന ഒരു മേഖലയാണ്. ഇത് പല പ്രാവശ്യം ഞാൻ തന്നെ പല പ്രാവശ്യം നിങ്ങൾക്ക് തന്നെ ടാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ റോഡിൻ്റെ നിർമ്മാണവും അല്ല ഇന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ വാഹനം ഓടിച്ചോണ്ടുന്ന ആൾ പുനലൂരിൽ നിന്ന് അഞ്ചലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് പെട്ടെന്ന് പുള്ളിയുടെ നിയന്ത്രണം പോയെന്നാണ് പറയുന്നത്. ഉറങ്ങിപ്പോയാന്നോ പെട്ടെന്ന് നിയന്ത്രണം പോയെന്ന് പറയുന്നു. പക്ഷേ വാഹനം നേരെ വന്ന് പുള്ളിക്ക് പരിക്ക് പറ്റിയില്ല. എന്തായാലും ഹൈ ടെൻഷൻ വൈദ്യുതി പോകുന്ന ലൈനുണ്ട്, അതിലെല്ലാം ഇടിച്ചു. ആർക്കും തന്നെ പരിക്കൊന്നും പറ്റിയില്ല. നിരന്തരമായിട്ട് ഇവിടെ അപകടമാണ്. ഇത് തന്നെ നമ്മൾ തന്നെ ഈ റോഡ് ഒന്ന് പരിശോധിച്ചാൽ തന്നെ അറിയാം. ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്ന ഭാഗം അവിടെ വളവാണ് ആയിട്ട് അത് നേരെ ഇവിടുന്ന് നേരെ നൂത്തുകൊണ്ടുപോയിട്ട് ട്രാൻസ്ഫർ അപ്പുറത്തോട്ടോ സൗകര്യപ്രദമായിട്ട് സ്ഥലത്തേക്ക് മാറ്റിയിരുന്നത് തന്നെ ഈ അപകടം നമുക്ക് ഒഴിവാക്കണ്ട. അങ്ങേപ്പുറത്തെ വളവിലും അതേപോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ വളവിൽ കഴിഞ്ഞ ആഴ്ച അന്ന് അപകടം പറ്റാത്ത ആൾക്കാരെ നമ്മൾ എടുത്ത് കയറ്റി അയച്ചതാണ്. അപ്പോൾ ഇത് നിരന്തരമായിട്ടാണ്. ഇന്ന് ആ വാഹനം ഓടിച്ചിരുന്ന ആൾക്ക് അപകടം തന്നെ പരിക്കുകയില്ല. ആ പോസ്റ്റിലെ ഇടിച്ച് വാഹനം നേരെ ആ പോസ്റ്റിലിടിച്ച പോസ്റ്റിലേക്ക് മറിഞ്ഞുപോയി. അപ്പോൾ ഇവിടുന്ന് പോലെ അപ്പുറത്തെ വളവ് വരെ നിരന്തരമായിട്ട് മലയോര ഹൈവേ ആയതിനു ശേഷം വാഹനങ്ങൾ അമിതമായ വേഗത്തിലാണ് വരുന്നത്. അപ്പൊ അത് സുരക്ഷാവേലി വെക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരാതി കൊടുക്കുകയോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കുകയോ ജനപ്രതികളെല്ലാം ഇത് പുനഃസ്ഥാപിച്ചു തരാന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിന്റെ ഉദ്യോഗസ്ഥരോട് നമ്മളെ വിവരങ്ങൾ വാക്കാലെ അറിയിക്കുക, അവർ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഭാഗം തന്നെ ഇവിടെ തന്നെ ഈ റോഡിന്റെ ഈ ഭാഗം ഇടിഞ്ഞടക്കണം. ഈ ഭാഗത്തിന്റെ ഇവിടെ ഏതെങ്കിലും വാഹനം രാത്രി കാലങ്ങളിൽ വന്ന് ഒതുക്കാൻ എങ്ങോട്ട് സൈഡിലാണ് ഒതുക്കിയാൽ മിക്കവാറും വാഹനം ഈ താഴത്തെ കുഴിയിലേക്ക് പോകും. ഇവിടം വരെ നിർത്തിയിരിക്കുക. ഇതിനങ്ങോട്ട് പിന്നെ അവർ കെട്ടിയിട്ടില്ല. ഇതൊന്നും അവർ ചെയ്യത്തോ ഇല്ല, അവന് പറഞ്ഞാലോ ചെയ്യത്തില്ല. ഇത് ഇവിടെ നിരന്തരമായ അപകടങ്ങളാണ്. മിക്കവാറും അപകടങ്ങൾ നടക്കുന്ന സമയത്തല്ല ഞാനിവിടെ കാണും. ഇതിനകത്ത് അപ്പോഴത്തേക്ക് അവരെ സഹായിക്കാനോ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കാണുന്നതാണ്. ഇന്ന് വരെ എന്തായാലും ആർക്കും വലിയ ആപത്തുകൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ദൈവകൊണ്ട് നിൽക്കുന്നു. ഇന്നും ഹൈ ടെൻഷൻ ലൈൻ പോകുന്ന ഇതിനകത്താണ് ആ വാഹനം വന്ന് ഇടിച്ചത്. എന്നിട്ടും എന്തായാലും അതിനും യാതൊരു പരിക്കും ഒന്നും മറ്റു സംഭവങ്ങളൊന്നും നടക്കാതെ തന്നെ പോയി. ഇത് എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു 55 വയസ്സിന് പുറത്തുള്ള ആളാണ്. പക്ഷെ പരിക്ക് എന്തായാലും ഇല്ല. പുള്ളി ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു സാറേ കാറിനകത്ത്? കാറിൽ ഒരാൾ മാത്രമേ പുള്ളി മാത്രം ഓടിച്ചോണ്ട് വന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും നിയന്ത്രണം പോയതാണെന്ന് അറിയത്തില്ല. വലിയ അമിത വേഗത്തിലല്ലായിരുന്നു പറയാം. പക്ഷെ വാഹനം ഈ പോസ്റ്റെല്ലാം ഇടിച്ചെറിപ്പിച്ച് അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. പോസ്റ്റിൽ ഇടിച്ചതിന് ശേഷം അല്ലെങ്കിൽ വീട് കൂടുതൽ അപകടം പറ്റിയാണ്. അപ്പൊ ഇവിടെ നമ്മളെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു അപകട മേഖലയാണ് ഇത് ഇനിയെങ്കിലും അവർ അധികൃതരൊന്ന് കണ്ണു പറഞ്ഞേ നോക്കുള്ളൂ. ഇത് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിങ്ങളത് നോക്കണം. കാര്യം ഈ കിടക്കുന്ന കുഴി വാഹനം രാത്രി ഏതെങ്കിലും ഈ സൈഡുള്ളതെന്നുകൊണ്ട് ഇവിടെ ഒതുക്കി കഴിഞ്ഞാൽ കറക്റ്റ് കുഴിയിലായിരിക്കും പോയി വീഴും. ഒരു അടയാളം, ഒരു വേലി, ഒരു കമ്പ പോലും കുത്തി വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ എന്നിട്ട് പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം പോയി. ഇവിടെ ലോഡിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അവരൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ നിരന്തരമായ ഒരു പ്രശ്നമാണിത്. ഈ അപകട മേഖലയാണിത്. ഈ മലയോര ഹൈവേയുടെ നിർമ്മാണം അടിക്കടി ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു 4 ദിവസത്തിന് മുമ്പും ഈ തൊട്ടപ്പുറത്തെ വളവിലും വണ്ടി മറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ അഞ്ചൽ ടൗണിൽ തന്നെ അഗാധമായ ഒരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഓണമായതുകൊണ്ട് മാവേലി വന്നതായിട്ട് ആണ് എന്നുള്ള ട്രോളുകളാണ് അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇങ്ങനെ അപകടങ്ങൾ നടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം.